ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ സ്പോക്കൺ ഹിന്ദി വീഡിയോസിനെ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. കഴിഞ്ഞ സ്പോക്കൺ ഹിന്ദി വീഡിയോയിൽ നമ്മൾ സാധാരണ ഭാവി കാലത്തിൽ ഹിന്ദി വാക്യങ്ങളെ എങ്ങനെ രൂപീകരിക്കാം എന്ന് നോക്കി. ദൈനംദിന ഹിന്ദി സംഭാഷണങ്ങൾ, നാടോടിക്കഥകളുടെ ഹിന്ദി വിവർത്തനം, ഗ്രാമറോടൊപ്പം സ്പോക്കൺ ഹിന്ദി, പിന്നെ ഇവയെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ടാസ്കുകൾ, ഇവയെല്ലാം തന്നെ ഒരേപോലെ പ്രാധാന്യമുള്ളവയാണ് അല്ലേ? അതുകൊണ്ട് ദൈനംദിന ഹിന്ദി സംഭാഷണങ്ങളുടെ അടുക്കള സഹായി 3-ാം ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സ്പോക്കൺ ഹിന്ദിയിലേക്ക് വന്ന് കുറച്ചുകൂടി ഹിന്ദി വാക്യങ്ങളുടെ രൂപീകരണത്തെപ്പറ്റി നമുക്ക് നോക്കാം. എന്താ, ശരിയല്ലേ? ശരി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തുടർച്ചയായ ഭാവി കാലത്തിൽ, അതായത് കണ്ടിന്യൂവസ് ഫ്യൂച്ചർ ടെൻസിൽ ഹിന്ദി വാക്യങ്ങളെ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത് എന്ന് നോക്കാം. സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. എന്താ, റെഡിയല്ലേ? ആദ്യമായി തുടർച്ചയായ ഭാവി കാലത്തിൽ, അതായത് കണ്ടിന്യൂവസ് ഫ്യൂച്ചർ ടെൻസിൽ ഹിന്ദി വാക്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി നാം പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മേ, അതായത് ഞാൻ എന്ന് തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗ വാക്യത്തിൽ ഹൂങ്ക എന്നും സ്ത്രീലിംഗ വാക്യത്തിൽ ഹൂങ്കി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദം, അതായത് നൗണും ഒരു ക്രിയാപദം, അതായത് വെർബും ചേർക്കണം. ക്രിയയുടെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന രഹ എന്ന് പുല്ലിംഗവാക്യത്തിലും രഹി എന്ന് സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. ഹം, അതായത് ഞങ്ങൾ, നമ്മൾ എന്ന് തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗവാക്യത്തിൽ ഹോങ്കെ എന്നും സ്ത്രീലിംഗവാക്യത്തിൽ ഹോങ്കി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നൗണും വെർബും ചേർക്കണം. വെർബ്, അതായത് ക്രിയയുടെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന രഹേ എന്ന് പുല്ലിംഗവാക്യത്തിലും രഹി എന്ന് സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. തും, അതായത് നീ എന്ന് തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗവാക്യത്തിൽ ഹോഗെ എന്നും സ്ത്രീലിംഗവാക്യത്തിൽ ഹോഗി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നൗണും വെർബും ചേർക്കണം. വെർബിന്റെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന രഹേ എന്ന് പുല്ലിംഗവാക്യത്തിലും രഹി എന്ന് സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. ആപ്, അതായത് നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗവാക്യത്തിൽ ഹോങ്കെ എന്നും സ്ത്രീലിംഗവാക്യത്തിൽ ഹോങ്കി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദം, അതായത് നൗണും ഒരു ക്രിയാപദം, അതായത് വെർബും ചേർക്കണം. ക്രിയയുടെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന രഹേ എന്ന ശബ്ദം പുല്ലിംഗവാക്യത്തിലും രഹി എന്ന ശബ്ദം സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. വഹ്, അതായത് അവൻ, അവൾ, യഹ്, അതായത് ഇവൻ, ഇവൾ എന്ന് തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗവാക്യത്തിൽ ഹോഗ എന്നും സ്ത്രീലിംഗവാക്യത്തിൽ ഹോഗി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദം, അതായത് നൗണും ഒരു ക്രിയാപദം, അതായത് വെർബും ചേർക്കണം. ക്രിയാപദത്തിന്റെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന രഹ എന്ന പദം പുല്ലിംഗവാക്യത്തിലും രഹി എന്ന പദം സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. വേ, അതായത് അവർ എന്നും യേ, അതായത് ഇവർ എന്നും തുടങ്ങുന്ന ഒരു തുടർച്ചയായ ഭാവികാല വാക്യം പുല്ലിംഗവാക്യത്തിൽ ഹോങ്കെ എന്നും സ്ത്രീലിംഗവാക്യത്തിൽ ഹോങ്കി എന്നും അവസാനിക്കണം. ഇതിനിടയിൽ ഒരു നാമപദം, അതായത് നൗണും ക്രിയാപദം, അതായത് വെർബും ചേർക്കണം. ക്രിയയുടെ കൂടെ തുടർച്ചയെ പറ്റി പറയുന്ന ശബ്ദമായ രഹേ എന്നത് പുല്ലിംഗവാക്യത്തിലും രഹി എന്നത് സ്ത്രീലിംഗവാക്യത്തിലും ചേർക്കണം. ഇനി ഈ നിയമങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഹിന്ദിയിൽ തുടർച്ചയായ ഭാവികാല വാക്യങ്ങളെ എങ്ങനെ രൂപീകരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നാളെ ഈ സമയം ചെന്നൈക്ക് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്നിപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഈ വാക്യത്തിന്റെ വക്താവിനെ കുറിക്കുന്ന ശബ്ദം ഒരു പുല്ലിംഗ ശബ്ദമാണെന്ന് കരുതാം.
അപ്പോൾ വാക്യ രൂപീകരണ നിയമപ്രകാരം ആയിരിക്കും എന്ന് അർത്ഥം വരുന്ന ഹൂങ്ക എന്ന പദത്തെ കൊണ്ട് വാക്യത്തെ അവസാനിപ്പിക്കണം. നാളെ എന്നതിന് കൽ എന്നാണ് പറയേണ്ടത്. ഈ സമയം എന്നതിന് ഇസ് വക്ത് എന്നും പോകുന്നതിന് ജ എന്നും പറയണം. തുടർച്ചയെ പറ്റി പറയുന്ന ശബ്ദമായ കൊണ്ട് എന്നതിന് രഹ എന്നും പറയണം. അപ്പോൾ ഈ വാക്യത്തെ പൂർണ്ണമായും മേ കൽ ഇസ് വക്ത് ചെന്നൈ ജാ രഹ ഹൂങ്ക എന്ന് പറയണം. വക്താവ് സ്ത്രീലിംഗമാണെങ്കിൽ മേ കൽ ഇസ് വക്ത് ചെന്നൈ ജാ രഹി ഹൂങ്കി എന്ന് പറയണം. ഇനി ഞങ്ങൾ അടുത്ത മാസം മുംബൈക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയാമെന്ന് നോക്കാം. ഈ വാക്യത്തെ ഒരു പുല്ലിംഗ വാക്യമായി കണക്കാക്കാം. ഞങ്ങൾ എന്നതിന് ഹം എന്നും, അടുത്തതിന് അകലെ എന്നും, മാസത്തിന് മഹീനെ എന്നും പറയണം. പോകുന്നതിന് ജ എന്നും, കൊണ്ടിരിക്കുകയായിരിക്കും എന്നർത്ഥം വരുന്ന രഹേ ഹോങ്കെ എന്ന പദങ്ങളെ കൊണ്ട് വാക്യം അവസാനിപ്പിക്കണം. ഈ വാക്യത്തെ പൂർണ്ണമായും ഹം അകലെ മഹീനെ മുംബൈ ജാ രഹേ ഹോങ്കെ എന്ന് പറയണം. സ്ത്രീലിംഗമാണെങ്കിൽ ഹം അകലെ മഹീനെ മുംബൈ ജാ രഹി ഹോങ്കി എന്ന് പറയണം. നീ നാളെ നിന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരിക്കും അല്ലേ എന്ന് നമുക്ക് ചോദിക്കണമെന്നുണ്ട്. അതെങ്ങനെയെന്ന് ഇപ്പോൾ നോക്കാം. ഈ വാക്യത്തെ ഒരു പുല്ലിംഗ വാക്യമായി കണക്കാക്കാം. നീ എന്നതിന് തും എന്നും, നാളേക്ക് കൽ എന്നും പറയണം. നിന്റെ എന്നതിന് അപ്നെ എന്നും, സുഹൃത്തുക്കൾക്ക് ദോസ്തോ എന്നും പറയണം. ഒപ്പം എന്ന് പറയുന്നതിന് കെ സാത്ത് എന്നാണ് പറയേണ്ടത്. കളിക്കുന്നതിന് ഖേൽ എന്നും, കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് അർത്ഥം വരുന്ന രഹേ ഹോഗെ എന്ന പദങ്ങൾ കൊണ്ട് വാക്യം അവസാനിപ്പിക്കണം. അല്ലേ എന്ന ചോദ്യത്തിന് ഹേന എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഈ വാക്യം അല്ലെങ്കിൽ ഈ ചോദ്യം മുഴുവനായും തും കൽ അപ്നെ ദോസ്തോ കെ സാത്ത് ഖേൽ രഹേ ഹോഗെ ഹേന എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ അടുത്ത മാസം നിങ്ങളുടെ മകളോടൊപ്പം സന്തോഷിക്കുകയായിരിക്കും അല്ലേ എന്ന് എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് നോക്കാം. ഈ വാക്യത്തെ ഒരു പുല്ലിംഗ വാക്യമായി കണക്കിലെടുക്കാം. നിങ്ങൾ എന്നതിന് ആപ് എന്നും, അടുത്ത മാസത്തിന് അകലെ മഹീനെ എന്നും പറയണം. നിങ്ങളുടെ എന്നതിന് അപ്നി എന്നാണ് പറയേണ്ടത്. മകൾക്ക് ബേട്ടി എന്നും, ഒപ്പത്തിന് കെ സാത്ത് എന്നും പറയണം. സന്തോഷം എന്നതിന് ആനന്ദ് ലേന എന്നാണ് പറയേണ്ടത്. ആയിരിക്കും, അതായത് സന്തോഷിക്കുകയായിരിക്കും എന്നതിന് ലേ രഹേ ഹോങ്കെ എന്ന് പറയണം. അല്ലേ എന്നതിന് ഹേന എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ അന്വേഷണത്തിനെ മുഴുവനായും ആപ് അകലെ മഹീനെ അപ്നി ബേട്ടി കെ സാത്ത് ആനന്ദ് ലേ രഹേ ഹോങ്കെ ഹെന എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചോദിക്കേണ്ടത്. ഇത് ഒരു സ്ത്രീലിംഗ വാക്യമായി കണക്കിലെടുത്താൽ ആപ് അകലെ മഹീനെ അപ്നി ബേട്ടി കെ സാത്ത് ആനന്ദ് ലേ രഹി ഹോങ്കി ഹെന എന്നാണ് ചോദിക്കേണ്ടത്. ഇനി അവൾ നാളെ ഈ സമയം പരീക്ഷ എഴുതുകയായിരിക്കും അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന വാക്യം നോക്കാം. ഹിന്ദിയിൽ അവളായാലും അവനായാലും വഹ് എന്നാണ് പറയേണ്ടത്. നാളേക്ക് കൽ എന്നും പറയണം. ഈ സമയം എന്നതിന് ഇസ് വക്ത് എന്നാണ് പറയേണ്ടത്. എഴുതുന്നതിന് ലിഖ് എന്നും, കൊണ്ടിരിക്കുകയായിരിക്കും എന്നതിന് രഹി ഹോഗി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ മുഴുവനായും വഹ് കൽ ഇസ് വക്ത് പരീക്ഷ ലിഖ് രഹി ഹോഗി എന്നാണ് പറയേണ്ടത്. ഇനി അവനായാൽ വഹ് കൽ ഇസ് വക്ത് പരീക്ഷ ലിഖ് രഹാ ഹോഗ എന്നാണ് പറയേണ്ടത്.
ഇനി ഈ പെൺകുട്ടികൾ നാളെ പാടുകയായിരിക്കും അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് നോക്കാം. ഈ പെൺകുട്ടികൾ എന്നതിന് യേ ലഡ്കിയ എന്നാണ് പറയേണ്ടത്. നാളേക്ക് കൽ എന്നും പാടുന്നതിന് ഗ എന്നും പറയണം. കൊണ്ടിരിക്കുകയായിരിക്കും എന്നതിന് രഹി ഹോങ്കി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാക്യത്തെ പൂർണ്ണമായും യേ ലഡ്കിയ കൽ ഗ രഹി ഹോങ്കി എന്നാണ് പറയേണ്ടത്. ആൺകുട്ടികളാണെങ്കിൽ യേ ലഡ്കെ കൽ ഗ രഹേ ഹോങ്കെ എന്നാണ് പറയേണ്ടത്. ഇതുവരെ നമ്മൾ ഹിന്ദിയിൽ തുടർച്ചയായ ഭാവികാല വാക്യങ്ങളെ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത് എന്ന് കണ്ടു. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ തുടർച്ചയായ ഭാവി കാലത്തിൽ ഹിന്ദി വാക്യങ്ങളെ രൂപീകരിക്കുന്നത് എങ്ങനെ എന്ന് കണ്ടു. ഒരു ക്രിയേറ്ററുടെ ശക്തി എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങളൊക്കെ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു അനുഭവശാലിയോ നിപുണ വ്യക്തിയോ ഒന്നുമല്ല കേട്ടോ. പക്ഷേ കുറേയേറെ ലിമിറ്റേഷൻസും കുറവുകളും ഒക്കെയുള്ള ഒരു സാധാരണ വ്യക്തി തന്നെയാണ്. ഞാൻ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനും ഈ വീഡിയോസ് എല്ലാം കഴിയുന്നത്ര ഉപയോഗപ്രദമാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറവുകളും തെറ്റുകളും ക്ഷമിച്ചുകൊണ്ട് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ യാത്രയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണുകയും ലൈക്കും ഷെയറും ചെയ്യുകയും വേണം കേട്ടോ. അതുമാത്രമല്ല, ഈ വീഡിയോസ് എല്ലാം ഇനിയും മെച്ചപ്പെടുത്താനും ഫലപ്രദമാക്കാനും സഹായിക്കുന്ന നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് നൽകാനും മറക്കരുതേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും കുറെ പുതിയ പുതിയ വാക്യങ്ങളെ ഹിന്ദിയിൽ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത് എന്നറിയാൻ അടുത്തു വരുന്ന സ്പോക്കൺ ഹിന്ദി വീഡിയോസിനായി കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ വ്യാകരണത്തോടൊപ്പം സ്പോക്കൺ ഹിന്ദി എന്ന വീഡിയോയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.